സ്പെഷ്യലിസ്റ്റ് സതി സർ. ഇന്ന് LGRFന്റെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ലീഗൽ ജേർണലിസം ഇന്റേൺഷിപ്പ് ഓൺലൈൻ പ്രോഗ്രാം, അതിന്റെ 4ാം ദിവസമാണ് ഇന്ന്. ഈ 4th ഡേയില് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് പോയട്രി ഓൺ അഡ്വക്കസി. വിധി, വാദം എന്നിവയിൽ കവിതയുടെ സ്വാധീനം. ഇത് വിശാലമായ ഒരു സബ്ജക്റ്റാണ്. സമയം പരിമിതമാണ്. നമുക്ക് 30 മിനിറ്റ് കൊണ്ട് ഈ വിഷയം തീർക്കുകയും വേണം. വിശാലമായൊരു വിഷയവുമാണ്. നമുക്കറിയാം, കോടതിയിലെ വിധികള് മാത്രമല്ല, ഈ വിധിന്യായങ്ങൾ മാത്രമല്ല, വാദങ്ങള്, ഇവയിലൊക്കെ പ്രശസ്തനായ കവികളുടെ കവിതകളിലെ ഉദ്ധരണികള് മാത്രമല്ല, മറ്റ് പ്രശസ്തരുടെ ഉദ്ധരണികള്, ഇവയൊക്കെ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ എപ്പോഴെങ്കിലും ഈ ഉദ്ധരണികള് വിധിന്യായങ്ങളിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കോടതിയിൽ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കോടതികളിലെ വാദമുഖങ്ങളില് പല അഭിഭാഷകരും പ്രശസ്തരായ കവിതാ ശകലങ്ങള് ഉദ്ധരിച്ചുകൊണ്ട് അസാമാന്യമായ സംഭവങ്ങള് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. എന്തിനായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്? ഉത്തരം ലളിതമാണ്. ഈ സാഹിത്യ പരാമർശങ്ങളിലൂടെ ആപേക്ഷികതയുടെ ഒരു ഉത്തമ ബോധം, ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം, ആപേക്ഷികതയുടെ ഒരു ഉത്തമ ബോധം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിലുപരി കോടതി വിധികൾ വായിക്കുന്ന സാധാരണക്കാരനിലേക്ക് ഇതേ ആപേക്ഷികതയുടെ ഉത്തമ ബോധം പകർന്നു നൽകുന്നതിനുമാണ് പലപ്പോഴും ഈ വാദങ്ങളിലും വിധിന്യായങ്ങളിലും ഒക്കെ ഈ ഉദ്ധരണികൾ ചേർക്കുന്നത്. ഈ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെനിക്കറിയാം. ഇത് ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ പറയുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാവും. നിങ്ങൾ കോടതിയിൽ ഒന്നുമില്ലെങ്കിൽ ചുമ്മാതെങ്കിലുമൊക്കെ പോയിട്ടില്ലേ? പോകുമ്പോൾ പണ്ടെങ്കിലും നമ്മൾ ഷർജിൽ ഇമാം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാന്നറിയോ ഷർജിൽ ഇമാം? പണ്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സമരം നടന്നു. ഈ സമരം നടന്നപ്പോൾ അതിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഷർജിൽ ഇമാം. അദ്ദേഹത്തിന്റെ പേരിലുള്ള അപവാദം അല്ലെങ്കിൽ ആരോപണം എന്താണെന്നറിയാം? വർഗീയതയിലൂടെ ഭിന്നത്തിന് ശ്രമിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം. അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തു. ജാമ്യത്തിനായിട്ടുള്ള അപേക്ഷ ഇത് പരിഗണിച്ചതാരാന്നറിയാവോ? അഡീഷണൽ സെഷൻസ് ജഡ്ജ് അനൂജ് അഗർവാൾ. അദ്ദേഹം ഇത് പരിഗണിച്ചപ്പോൾ വിഷയം എന്ന് പറയുന്നത് വർഗീയതയിലൂടെ ഭിന്നത്തിന് ശ്രമിച്ചു. അനൂജ് അഗർവാൾ ജഡ്ജ് എന്ത് ചെയ്യുന്നറിയോ? ഈ ഷർജിൽ ഇമാമിന് അദ്ദേഹത്തിന്റെ ബെയിലിനുള്ള അപേക്ഷ നിരസിച്ചു. നിരസിച്ചിട്ട് ആ വിധിന്യായത്തിന് അതിന്റെ ആരംഭത്തിൽ തന്നെ ഈ ജഡ്ജ് കോട്ട് ചെയ്ത് ആരെയാണെന്നറിയാവോ? മറ്റാരെയല്ല, സ്വാമി വിവേകാനന്ദന്. സ്വാമി വിവേകാനന്ദന്റെ ഒരു ഉദ്ധരണി എടുത്താണ് ആ വിധിന്യായം തുടങ്ങുന്നത്. എന്താണെന്നറിയോ? ചിന്തകൾ ജീവിക്കുന്നു, അവർ വളരെ ദൂരം സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് ചിന്തകൾ ജീവിക്കുന്നു, അവർ വളരെ ദൂരം സഞ്ചരിക്കുന്നു എന്നുള്ള ഉദ്ധരണി ഈ കേസില് അനൂജ് അഗർവാൾ എന്ന ജഡ്ജ് സ്വീകരിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചിന്തകളെല്ലാം സൃഷ്ടിക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. വാക്കുകള് ദ്വിതീയമാണ്.
അപ്പൊ ജീവിക്കുന്ന ചിന്തകള് വളരെ ദൂരം സഞ്ചരിച്ച് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ വിശാലമായ അർത്ഥം ഈ ഒരു ഉദ്ധരണിയിലൂടെ ആ ജഡ്ജ് ആ വിധിയിൽ പറഞ്ഞു വെച്ചു. ഇതേ കേസിൽ സംഭാഷണ സ്വാതന്ത്ര്യം എന്ന മൗലിക അവകാശമുണ്ട്. ആ അവകാശത്തെക്കുറിച്ച് ജഡ്ജ് തന്റെ അഭിപ്രായം പറഞ്ഞത് ഒരു ബ്രിട്ടീഷ് കവിയുണ്ട്, ആരെന്നറിയാവോ? ജോൺ മിൽട്ടൺ. അദ്ദേഹത്തിന്റെ കവിതയിലെ ശകലങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് തന്റെ സ്വന്തം അഭിപ്രായം ഇതേ ജഡ്ജ് പറഞ്ഞു വെച്ചത്. ഇനി അതെന്താണെന്നറിയാവോ? എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും ഉപരിയായി അറിയാനും സ്വതന്ത്രമായി വാദിക്കാനും മനസാക്ഷിക്ക് അനുസൃതമായി സംസാരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യം തരൂ എന്ന് പറഞ്ഞത് ആ ജഡ്ജി പറഞ്ഞതാണ്. പക്ഷെ ജഡ്ജി പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ടല്ല, അദ്ദേഹം ഉദ്ധരണിയാണ് അവിടെ കോട്ട് ചെയ്തത്. എന്നിട്ട് ഈ ഷർജിൽ ഇമാമിന് ജാമ്യം നിരസിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞു ഒരു ജനക്കൂട്ടത്തെയും കലാപത്തിന് അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിധിന്യായത്തിലും ആ ജഡ്ജ് ഈ ഉദ്ധരണികള് സൂചിപ്പിക്കേണ്ടത് അർത്ഥം എന്ന് പറയുന്നത് വിശാലമായ കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കേസ് ഞാൻ പറയാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, അതിന്റെ ചീഫായിട്ടിരുന്ന ആളാണ് ജോൺ റോസ് ഓസ്റ്റിൻ ജയലാൽ. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നു, ഹിന്ദു വികാരം വ്രണപ്പെടുത്തുന്നു. ഈ ആരോപണത്തില് കേസ് പരിഗണിച്ചത് ആരാന്നറിയാവോ? ഡൽഹിയിലെ ജഡ്ജായിരുന്ന അജയ് ഗോയൽ. അദ്ദേഹം ഈ കേസിൽ വിധി പറഞ്ഞപ്പോഴ് അദ്ദേഹം ഉദ്ധരിച്ചത് കവി മുഹമ്മദ് ഇക്ബാലിനെയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസക്തമായ വരികൾ എടുത്താണ് പിന്നെ ഈ ജഡ്ജ്, അതായത് അജയ് ഗോയല് ഉദ്ധരണി ഇതിനകത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്നത് ഒരു മുസ്ലിം കവിയാണ്. അദ്ദേഹം തന്റെ കവിതകളില് ഹിന്ദി എന്ന വാക്ക് പരാമർശിച്ചത് ഹിന്ദുക്കളെ പരാമർശിച്ചതല്ല അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചത്, മറിച്ച് ജാതി, മതം, വർണ്ണം എന്നിവയെല്ലാം കണക്കിലെടുത്താണ് ഈ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഹിന്ദി എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. കവി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മുഹമ്മദ് ഇക്ബാലിന്റെ പരാമർശത്തെ ജഡ്ജ് അവിടെ ഉപയോഗിച്ചത്. അപ്പൊ അവിടെ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദി എന്ന വാക്ക് മതേതരത്വത്തിന്റെ സൗന്ദര്യമാണ്. ആ കേസില് ഈ ജോൺ റോസ് ഓസ്റ്റിൻ ജയലാലിനെ കോടതി അദ്ദേഹം കൊടുത്ത ഉറപ്പിന്മേലാണ് കേസ് താക്കീത് നൽകി അവസാനിപ്പിക്കുകയായിരുന്നു. ഇനി മറ്റു ഒരൊറ്റ കേസും കൂടി ഞാൻ പരാമർശിക്കാം. പ്രശ്നമാമോഹി നീട്ടിയെടുത്തു എന്ന കാരണത്താൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെ പിന്നീട് പീഡനത്തിന് ഇരയായി ഈ സ്ത്രീ തന്നെ പിന്നെ പീഡനത്തിന് ഇരയാവുകയും കൂടി ചെയ്തു. ആ കേസ് വിധി പറഞ്ഞത് 2019 അഡീഷണൽ സെഷൻസ് ജഡ്ജ് മുഹമ്മദ് ഫറൂഖ് ആയിരുന്നു അതിനകത്ത് വിധി പറഞ്ഞത്. ആ വിധിന്യായത്തില് പ്രസവ ആനുകൂല്യത്തിനുള്ള അവകാശം ആരുടെയും ഔദാര്യമല്ല. ഇത് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച് എങ്ങനെയാണെന്നറിയോ? 3 സെലിബ്രിറ്റികളുടെ ഉദ്ധരണികൾ. ഇനി ആ സെലിബ്രിറ്റികൾ ആരൊക്കെയാണെന്നറിയോ? ഒന്നാമത്തെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഇതിഹാസ നടൻ മെറിൽ സ്ട്രീറ്റ്. രണ്ടാമത്തെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ടോക്ക് ഷോ അവതാരകയും മനുഷ്യസ്നേഹിയുമായ ഓപ്ര വിൻഫ്രി. അടുത്തത് ഹോളിവുഡ് താരം കാതറിൻ സെറ്റ ജോൺസ്. അപ്പൊ ഇവരെയൊക്കെ ഉപയോഗിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഉദ്ധരണികളാണ് ഇതിനകത്തിലേക്ക് കൊണ്ടുവന്നത്. എന്തിനാണ് ഈ ഉദ്ധരണികൾ കൊണ്ടുവന്നതെന്നുള്ളത് നമ്മളൊന്ന് മനസ്സുകൊണ്ട് ആലോചിച്ചാൽ മതി. ഇതില് ഈ മെറിൽ സ്ട്രീപ്പ് പറഞ്ഞ എന്താണെന്നറിയോ? അവര് പറഞ്ഞു മാതൃത്വത്തിന് വളരെ മാനുഷികമായ ഫലമുണ്ട്, എല്ലാം അത്യാവശ്യമായി ചുരുങ്ങുന്നു. ഇത് പറഞ്ഞത് മെറിൽ സ്ട്രീപ്പാണ്. പക്ഷേ ഓപ്ര വിൻഫ്രി പറഞ്ഞത് മറ്റൊന്നാണ്. അവര് പറഞ്ഞു അമ്മയാകാനുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്
അവിടെയുള്ള ഏറ്റവും വലിയ ആത്മീയ അധ്യാപകരിൽ ഒരാളാകാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഇനി മൂന്നാമത് വേറൊരാൾ ഉദ്ധരണി എന്താ അറിയാവോ? കാതറയിൽ സെറ്റ ജോൺസ്. അവർ പറഞ്ഞത്, നിങ്ങളുടെ ഗർഭധാരണം കൃത്യമായി ആസൂത്രണം ചെയ്തതോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായി ഒന്നുചേർന്നതോ അതുമല്ലെങ്കിൽ ആശ്ചര്യത്തോടെ സംഭവിച്ചതോ എന്തുമായിക്കൊള്ളട്ടെ, ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതം ഒരിക്കലും മറ്റൊന്നിന് സമാനമാകില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയ്ക്ക് സമാനമാകാൻ മറ്റൊരാൾക്കും കഴിയില്ല. ഈ ഉദ്ധരണികള് വിധിന്യായങ്ങളിൽ ഉപയോഗിക്കും. ഇതുപോലെ തന്നെ കോടതിയിൽ വാദമുഖത്ത് അഭിഭാഷകരും ഇത് ഉപയോഗിക്കും. എനിക്ക് നേരിട്ട അനുഭവം ഞാൻ പറയാം. മകൻ സംരക്ഷിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് കോടതിയിൽ വന്ന ഒരമ്മ. അമ്മ വന്നപ്പോൾ അമ്മയുടെ മകനെതിരെയുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ മകൻ അമ്മയെ സംരക്ഷിക്കുന്നില്ല, അമ്മയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞു വന്ന മകനെ കൂട്ടിക്കെട്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ട്രയൽ സ്റ്റേജിനകത്തിലെ പല കാര്യങ്ങളും ചോദിക്കും. അപ്പൊ ഞാന് എന്റെ ഒരു കവിതയാണ് അവിടെ ഉദ്ധരിച്ചു, അമ്മയെ കുറിച്ചുള്ള ഒരു കവിത. ഞാൻ ആ മകനോട് ചോദിച്ചു, നിനക്ക് അമ്മിഞ്ഞ പാൽ തന്ന ഈ അമ്മയല്ലേ? നിന്നെ ആറ്റി ഉറക്കിയത് ഈ അമ്മയല്ലേ? നിന്റെ ഇഷ്ടത്തിന് ഓടിയത് ഈ അമ്മയല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ കവിത ഉണ്ടാക്കിയായിരുന്നു, ഇതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല. എന്റെ അമ്മ എന്നുള്ള കവിത ഞാൻ അവിടെ പ്രയോജനപ്പെടുത്തി. അമ്മിഞ്ഞ പാൽ തന്നൊരമ്മ, ആറ്റി ഉറക്കിയോരമ്മ, ഇഷ്ടത്തിനോടിയോരമ്മ, ഈണത്തിൽ പാടിയോരമ്മ, ഉണ്ണിയെ സ്നേഹിച്ചോരമ്മ, ഊട്ടി ഉറക്കിയോരമ്മ, ഋഷിയെന്നെ എഴുതിച്ചോരമ്മ, എവിടെ തിരിഞ്ഞാലും അമ്മ, ഏട്ടനോട് ഏറ്റുമുട്ടുമ്പോൾ ഐക്യപ്പെടുത്താനും അമ്മ, ഒപ്പമിരിക്കാനും അമ്മ, ഓടിക്കളിക്കാനും അമ്മ, ഔചിത്യമുള്ളതാണമ്മ, അംബിക പേരുള്ളോരമ്മ, അമ്മയാണെന്നുമൻ മേന്മ, അമ്മയാണെന്നുമൻ നന്മ. അപ്പൊ ഞാൻ എന്റെ ഈ കവിത അവിടെ ഈ ആളിന്റെ അടുത്ത് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത അമ്മയല്ലേ നിന്റെ ഈ കൂട്ടി നിൽക്കുന്നത്. അപ്പൊ അവസാനം എന്ത് സംഭവിച്ചെന്നറിയോ? ഒരക്ഷരം പറയാതെ ഈ കേസിൽ വന്ന അതേ മകൻ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് തെറ്റ് ഏറ്റു പറഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പൊ ഒരു കവിതയുടെ ശക്തി എന്ന് പറയുന്നത് അത് നമ്മൾ കോടതി മുറികളിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ പലപ്പോഴും ഈ പറഞ്ഞ സാഹിത്യ ശകലങ്ങള്, ഉദ്ധരണികള് വാദങ്ങളിലും നമ്മുടെ കോടതി വിധികളിലും ഒക്കെ വരുന്നത് ഉത്തമ ബോധം പകർന്നു നൽകാൻ വേണ്ടിയാണ്. അതെപ്പോഴും അത് പോസിറ്റീവായി തന്നെ നിൽക്കുകയും ചെയ്യും. ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കാം. സിഖ് വിരുദ്ധ കലാപം നിങ്ങൾ കേട്ടിട്ടില്ലേ? സിഖ് വിരുദ്ധ കലാപം, അതിന്റെ വിധിന്യായം എത്ര പേജുണ്ടെന്ന് അറിയാവോ? 207 പേജുണ്ട്. ആ 207 പേജുള്ള വിധിന്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? 1947 വേനലിന്റെ വിഭജനത്തില് ദാരുണമായ രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രശസ്ത കവി അമൃത പ്രീതത്തിന്റെ യാത്രയെ പരാമർശിച്ചുകൊണ്ടാണ്. അമൃത പ്രീതത്തിന്റെ യാത്രയെ പരാമർശിച്ചുകൊണ്ടാണ് 1984 1984 സിഖുകാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ വിഭജന കാലത്ത് ലാഹോറിൽ നിന്ന് മക്കളുമായിട്ട് അത് വന്നതെന്നാണ് 1947. 1947 പലായനം ചെയ്യേണ്ടി വന്ന അമൃത പ്രീതത്തിന്റെ യാത്രയിലുണ്ടായ ദുരന്ത മുഖങ്ങളും ഏറ്റുമുട്ടലുകളുടെ സമാനതയായിരുന്നു ഈ 207 പേജുള്ള വിധിന്യായത്തിന്റെ തുടക്കത്തില് ആ ജഡ്ജി കോട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാഹിത്യ പരാമർശത്തിലൂടെ ആപേക്ഷികതയുടെ ഒരു ഉത്തമ ബോധം, ആ ഒരു വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ആപേക്ഷികതയുടെ ഒരു ഉത്തമ ബോധം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ വിധി വായിക്കുന്ന സാധാരണക്കാരനിലേക്ക് ഇതേ ആപേക്ഷികതയുടെ ഉത്തമ ബോധം പകർന്നു നൽകാനും. അപ്പൊ സ്പ്രെഡിങ് ആണ്. ഒന്ന് കോടതിയുടെ നേർക്കുള്ള സ്പ്രെഡിങ്, മറ്റേത് ഒന്ന് അക്യൂസ്ഡ് ആവാം, അതല്ലെങ്കിൽ ഒരു പെറ്റീഷൻ ആകാം, അവരിലേക്കുള്ള ഒരു സ്പ്രെഡിങ്. ഒരു ഒരു കാര്യം കൂടെ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ജനാധിപത്യത്തിന് വിഘനം സംഭവിച്ചപ്പോഴും ഉള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ വാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഒരു കൂട്ടിങ് വന്നു. അപ്പൊ കൂട്ടിങ് വന്നപ്പോൾ തെരുവ് നായ്ക്കള് കുറച്ചു പേരെ ഇങ്ങനെ കടിച്ച് അവിടെ കേസ് പിന്നെ ശ്രീജഗൻ സാറിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് ഇങ്ങനെ പൈസ ഒക്കെ വാങ്ങിച്ചിരിക്കുക. അപ്പൊ ലീഗൽ സർവീസ് ഇങ്ങനെ പരാതി വന്നതാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞ കൂട്ടത്തില് ഒരു കോട്ടിങ് ഉപയോഗിച്ചു. എന്താണെന്നറിയോ? ശുനകരാജ റാണിമാർ നടനമാടും നാട്ടിലോ പഥികരാജ ഭീതിയിൽ ഭയന്ന് പാഞ്ഞു പോയിരുന്നു. ആ ശുനകരാജ റാണിമാർ നടനമാടും നാട്ടിലോ പഥികരാജ ഭീതിയിൽ ഭയന്ന് പാഞ്ഞു പോയിടും. ആ രണ്ട് വരികളില് എന്താണ് എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാൽ വരികളിലുണ്ട്. നമ്മൾ പട്ടി എന്നെങ്കിലും പറഞ്ഞില്ല. ശുനകരാജ റാണിമാർ നടനമാടും നാട്ടിലോ പഥികരാകെ ഭീതിയിൽ ഭയന്നു പാഞ്ഞു പോയിടും. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നറിയോ? ഒരു കോടതി മുറിയിൽ നമ്മളെ ഇത് പറയുമ്പോൾ പലതരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാവും. ആ വിഷയത്തെ പ്രോജ്വലിപ്പിക്കാൻ നമുക്ക് കഴിയും. മാത്രമല്ല ബാറും ബെഞ്ചും മുകളിലിരിക്കുന്ന ന്യായാധിപൻ സരസനാണെങ്കിൽ അതിന് ഈ പറയുന്ന കാര്യങ്ങൾക്ക് പ്രത്യേക ഗൗരവം വരും. അപ്പൊ പലപ്പോഴും കോടതി മുറികളിലായിക്കോട്ടെ, വിധിന്യായങ്ങളിലായിക്കോട്ടെ, സാഹിത്യ ശകലങ്ങൾ, അത് കവിത മാത്രമല്ല മറ്റു ഘടനകളൊക്കെ ഉണ്ട്, അവ പ്രയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആപേക്ഷികതയുടെ ഉത്തമ ബോധം പരസ്പരം സ്പ്രെഡ് ചെയ്യാൻ കഴിയും. അവിടെയാണ് സാഹിത്യങ്ങളുടെ വിജയവും വിധികളുടെ വിജയവും വരുന്നത്. ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു ലളിതമായ കേസ് മറ്റൊന്നുമല്ല, ഒരു DV ഫയൽ ചെയ്യുക, ഡൊമസ്റ്റിക് വയലൻസ് കേസ്. ഡൊമസ്റ്റിക് വയലൻസ് കേസില് മുത്തശ്ശി, അതായത് അമ്മുമ്മയും പ്രതിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കോടതി. മരുമകളുടെ സ്വർണങ്ങളെല്ലാം അപഹരിച്ചു എന്ന് പറയുന്ന കേസിനകത്തില് ഒരു അക്യൂസ്ഡാണ് മുത്തശ്ശി. എന്താ കാര്യം ചോദിച്ചാൽ, ആ വീട്ടിലെ താമസക്കാര് ഭർത്താവ്, ഭർത്താവിന്റെ അമ്മ, ഭർത്താവിന്റെ അമ്മയുടെ അമ്മ, അതായത് ഈ മുത്തശ്ശി. അപ്പം ഭർത്താവ് ഒരാള്, അമ്മ രണ്ടാമത്തെ അക്യൂസ്ഡ്, തേർഡ് അക്യൂസ്ഡ് ഈ പറഞ്ഞ ഗ്രാൻഡ്മ, മുത്തശ്ശി. ആ കേസിനകത്തില് മുത്തശ്ശിയെയും ക്രോസ് ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ചിരിച്ചു നോക്കി, ഒരു കേസിനകത്തിൽ ഒരു അമ്മൂമ്മ വന്ന് അവരുടെ നിരപരാധിത്വം പറയുമ്പോൾ പിന്നെ പെറ്റീഷനോട്, കാരണം ഡൊമസ്റ്റിക് വയലൻസ് കേസുകളിൽ നമുക്കറിയാം നിയമം ഒരു പരിധി വരെ ഈ പെറ്റീഷനോടൊപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെയും നമ്മൾ കവിതകളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഉപയോഗിച്ചു, അനുഭവമാണ്. അപ്പം മുത്തശ്ശി, അത് മറ്റൊരു കവിതയിലൂടെയാണ് ഞാൻ ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കുമുണ്ടൊരു മുത്തശ്ശി, പാവം നല്ലൊരു മുത്തശ്ശി, വടിയും കുത്തി കൂണി നടക്കും പല്ല് പൊഴിഞ്ഞൊരു മുത്തശ്ശി എന്റെ വീട്ടിലുണ്ട്. എന്റെ വീട്ടിലുണ്ട് ഒരു അമ്മൂമ്മ, എനിക്കുമുണ്ട്. എന്റെ അമ്മൂമ്മ ഇതേപോലുള്ള അമ്മൂമ്മയാണ്.
നിങ്ങൾക്ക് ഒറിജിനലായിട്ടൊരു അമ്മൂമ്മയുണ്ടോ ചോദിച്ചപ്പോൾ അവർക്കൊരു അമ്മൂമ്മയില്ല. അവർക്ക് അമ്മൂമ്മയില്ല, അവർ അമ്മൂമ്മയെ കണ്ടിട്ടില്ല. അവരുടെ ഭർത്താവിന്റെ അമ്മയുടെ അമ്മയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ അമ്മൂമ്മ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞു വരുമോ? അപ്പൊ അവർ പറഞ്ഞു വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, കോടതി മുറികളിലെ നമ്മൾ ഉപയോഗിക്കുന്ന കവിതകളും കവിതാശകലങ്ങളും ഒക്കെ ടൈമിംഗ് ആണ്, എപ്പോഴും ഉപയോഗിക്കാനല്ല. എപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. അത് സന്ദർഭം അനുസരിച്ച് പ്രയോഗിക്കുമ്പോഴാണ് അതിന്റെ മഹിമയും ഭംഗിയും ഏറുന്നത്. അത് പല കോടതികളിലും നമുക്ക് ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഇത് കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്നത് എവിടെയാണെന്ന് അറിയാവോ? ലോവർ കോടതികൾ, താഴേക്കുള്ള കോടതികൾ, ഫാമിലി കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ, മുനിസിപ്പൽ കോടതികളിലും ഉപയോഗിക്കാം. മുനിസിപ്പൽ കോടതികളിൽ, ജില്ലാ കോടതികളിലൊക്കെ വാദങ്ങളിലൊക്കെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിച്ച് കഴിയും. അപ്പൊ ഒറ്റ കാര്യമേ ഞാൻ ഇതിനകത്ത് ഈ അരമണിക്കൂർ കൊണ്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്, സാഹിത്യ പരാമർശങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത് ആപേക്ഷികതയുടെ ഉത്തമ ബോധം, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ആപേക്ഷികതയുടെ ഉത്തമ ബോധം കോടതികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അതേപോലെ തന്നെ ഈ ഉത്തമ ബോധം ആരിലും ഉണ്ടാക്കണം, ആരിലും വേണം. വിധി വായിക്കുന്നവരിൽ വേണം, അതിലുപരി കേസുമായി വരുന്നവരിൽ വേണം. ആ ഉത്തമ ബോധം സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ആരിലൂടെ? ഈ സാഹിത്യത്തിലൂടെ. അങ്ങനെ കഴിയുന്നിടത്താണ് ഇത് പ്രയോഗിക്കുന്നവരുടെ വിജയം. അപ്പം നമ്മള് അഡ്വക്കസിയില് പോയട്രിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും, അഡ്വക്കസിയില് പോയട്രിയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. അത് നമ്മൾ കോടതി മുറികളിൽ ഉപയോഗിക്കുന്നവരിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ സാഹിത്യ പരാമർശങ്ങളിലൂടെ ഈ ആപേക്ഷികതയുടെ ഉത്തമ ബോധം പകർന്നു നൽകാൻ ഈ സാഹിത്യ സൃഷ്ടിയിലൂടെ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഒപ്പം വിധിന്യായങ്ങൾ വായിക്കുമ്പോഴും ഈ കവിതാശകലങ്ങളായിട്ട് ഉദ്ധരണികളായിക്കോട്ടെ, അതിലൂടെ സാധാരണക്കാരന് എപ്പോഴും നമ്മൾ രണ്ട് ടു കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഉണ്ട്. ആ രണ്ട് തരക്കാർ, ഒന്ന് എല്ലാവരും നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്ന് ചിന്തിക്കരുത്. അപ്പൊ വിദ്യാഭ്യാസം ഉള്ളവരുണ്ടാവും, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടാവും. ആ രണ്ട് തരക്കാരെയും ഒരുപോലെ പ്ലേസ് ചെയ്യിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ ഉത്തമ ബോധം നമുക്ക് അവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞാൽ, ആ കഴിയുന്നിടത്താണ് അഡ്വക്കസിയിൽ ഈ പോയട്രിയുടെ ഇൻഫ്ലുവൻസ് കൂടുന്നത്. സമയം പരിമിതമായതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഇത് ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരു ആഴ്ച കൊണ്ടോ തീരുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ എന്റെ മാത്രമല്ല, നമ്മൾ മലയാളത്തിലെ പ്രശസ്തരായ പല കവികളുടെയും കവിതാശകലങ്ങൾ, അതായത് നല്ല 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 കവിതാശകലങ്ങൾ ഒത്തിരി ഒത്തിരി ഉപയോഗിച്ച് കേട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കത് ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ കഴിയും. അപ്പൊ ഇവിടെ ഈ സെഷനിൽ ആകെ നമുക്കുള്ളത് ഒരു അരമണിക്കൂറാണ്, 30 മിനിറ്റ്. കാരണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത സാറ് കാത്തിരിക്കുകയാണ്. അപ്പൊ ആ 30 മിനിറ്റിനുള്ളിൽ നിർത്തേണ്ടത് കൊണ്ട് മാത്രമാണ് ഒരു ക്യാപ്സ്യൂൾ മാത്രമായിരിക്കും, ഒരു ക്യാപ്സ്യൂൾ മാത്രമാണ്. ഇതിന്റെ ആ ഒരു വൈഡ് പോർഷനിലേക്ക് ഇതുവരെ നമ്മൾ പോയിട്ടില്ല. അത് കഴിയുന്നതും ഒരു ഫുൾ ഡേ സെഷനിൽ ആകുന്നെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞ് വളരെ മനോഹരമാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഒരു സബ്ജക്റ്റ്. അത് കഴിയാത്തത് കൊണ്ട് അതിന്റെ എനിക്കും അതിനകത്ത് ഒരു വിഷമമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് കുറേയേറെ നിങ്ങളോടൊക്കെ സംവദിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചതാണ്. പക്ഷെ ഈ 6:30 തീർക്കണം എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം അടിവരയിട്ട് പറയുന്നു,
അഡ്വക്കസിയിലെ പോയട്രിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ഉത്തമ ബോധം ആരിലേക്ക് ഉണ്ടാക്കുക, ആപേക്ഷികതയുടെ ഉത്തമ ബോധം അനുവാചകരിലേക്ക്. അനുവാചകർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വിധികൾ വായിക്കുന്ന ആൾക്കാർ, രണ്ട് ഈ വിധികൾക്കായി വരുന്നവർ. ഈ രണ്ടു കൂട്ടരെയും ഗുരു പോലെ അവരിലേക്ക് ആപേക്ഷികതയുടെ ഉത്തമ ബോധം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സാഹിത്യ ശകലങ്ങള് ഇതിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം.